ആലപ്പുഴയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചുള്ള ആദ്യഘട്ടത്തിലെ കൺഫ്യൂഷൻ കൊണ്ട്, ആശയക്കുഴപ്പങ്ങൾ കൊണ്ട്, വൈകിയത് കൊണ്ടൊക്കെ നേരത്തെ തന്നെ ആളുകളുടെ ശ്രദ്ധയിലുള്ളതാണ്. ഇന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണ്ഡലമാണ്, വലിയ പോരാട്ടം നടക്കുന്ന ഇടമാണ്. നമുക്കറിയാം, ഇത്തവണ മത്സരിക്കുന്ന ആളുകളടക്കം ആലപ്പുഴ ഒരു പൊതുചിത്രം നമുക്ക് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ആ മണ്ഡലത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് പോയി വരാം. തൊഴിലാളി പ്രസ്ഥാനത്തിൽ ശക്തമായ വേരുകളുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ. 2009 മുതൽ ജയിക്കുന്നത് KC വേണുഗോപാലാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല. പക്ഷേ 2009 മുതൽ ജയിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുള്ള ഒരാളായ KC വേണുഗോപാലാണ്. കയർ മേഖലയ്ക്ക് നല്ല പ്രാധാന്യമുള്ള തൊഴിലാളി പ്രസ്ഥാനം, തൊഴിലാളി വോട്ടുകൾ എന്നത് അങ്ങേയറ്റം നിർണായകമായ മണ്ഡലമാണ് ആലപ്പുഴ എന്ന് നമുക്കറിയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയാണ്. KC വേണുഗോപാൽ വിജയിച്ചത് 19,407 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. 19,407 നല്ല ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷത്തിനും. CB ചന്ദ്രബാബു 4,43,118 വോട്ടുകൾ അദ്ദേഹം നേടി. 4,62,525 വോട്ടുകളാണ് KC വേണുഗോപാൽ സമാഹരിച്ചത്. AV താമരാക്ഷനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 43,051 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഭൂരിപക്ഷം KC വേണുഗോപാലിന് 19,500-നടുത്ത്. ആലപ്പുഴയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, കരുനാഗപ്പള്ളി എന്നിവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച ഇടങ്ങളാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ഇടം. ഹരിപ്പാട് UDFിൻ്റെ വിജയമുണ്ടായതാണ്. 94,363 വോട്ടുകളുടെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ചേർത്ത് LDFന് ഉണ്ട്. ഇത്തവണ ചിത്രം വളരെ വ്യക്തമാണ്. AM ആരിഫ് CPMൻ്റെ യുവ നേതാവ്, MLA, അദ്ദേഹം മത്സരിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന മുഖം, വനിതാ നേതാവ്, ശക്തിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നു. KC വേണുഗോപാലിൻ്റെ പിൻഗാമിയാകാൻ, ആ സീറ്റ് നിലനിർത്താൻ. NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി BJPയിലേക്ക് പോയ ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഒരു അക്കാദമിക് എന്ന നിലയിൽ, ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ പരിചയമുള്ള ആളാണ്. ഇതാണ് ഇപ്പോഴത്തെ മത്സര ചിത്രം. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, KC വേണുഗോപാലിന് 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് നമ്മൾ കാണണം. AM ആരിഫ് ചില്ലറക്കാരനല്ലാത്ത സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് അദ്ദേഹത്തെ LDF പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് വിജയം അല്ലെങ്കിൽ സീറ്റ് നിലനിർത്തൽ എത്രത്തോളം അനായാസകരമാകും? സനീഷ്, ഈ CPM ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും MLA-മാരെ മത്സരിപ്പിക്കണോ എന്നതിനെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അവർ തീരുമാനിച്ച ഒരു പേരായിരുന്നു ആരിഫിൻ്റേത്. ആലപ്പുഴ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. 2009 മുതൽ കോൺഗ്രസ് കൈവശമാക്കി. അതിനു മുമ്പും വക്കം പുരുഷോത്തമനൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് അവർ നേരത്തെ തന്നെ നല്ല ഒന്നാന്തരം ഗ്രഹപാഠം നടത്തിയിട്ട് തീരുമാനിച്ചൊരു പേരാണ് ആരിഫിൻ്റേത്. ആരിഫ് നിലവിൽ MLA ആണ്, നല്ല MLA ആണ്, ജനകീയനാണ്, നിയമസഭയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആരിഫിനെ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കിവിടെ ഇപ്പുറത്ത് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനുടെ ഒരു നല്ല കാൻഡിഡേറ്റാണ്. CPM ആരിഫിനെ നിർത്തുമ്പോൾ മുമ്പിൽ കണ്ട ചില സാമുദായിക ഘടകങ്ങളൊക്കെ ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യത്തിലും വളരെ പ്രസക്തമാണ്. നല്ല കോൺഗ്രസ്സിലെ വനിതാ നേതാക്കളെല്ലാം മൊത്തത്തിൽ നേതാക്കളുടെ കൂട്ടത്തിൽ നന്നായി ചിന്തിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിലും ഷാനിമോൾ ഉസ്മാന് അവിടെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യം ആവാൻ കഴിയും. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് കാണാനായിട്ടൊക്കെ പോയ സമയത്ത് താമരാക്ഷൻ ഒരു വലിയ ഘടകമായിരുന്നു അന്ന്. എത്ര വോട്ട് പിടിച്ചു? 45,000 50,000 ആണെന്ന് തോന്നുന്നു. പക്ഷേ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ താമരാക്ഷൻ അറിയാം. താമരാക്ഷൻ്റെ അവിടുത്തെ ധീവരസഭയുമായുള്ള ബന്ധത്തിൽ നല്ല ഒന്നാന്തരം മത്സരം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. ആ ഒരു മത്സരത്തിന് അല്ലെങ്കിൽ NDAയുടെ പ്രതിനിധിയായിട്ട് ശ്രീ രാധാകൃഷ്ണന് സാധിക്കുമോ എന്നുള്ളത്. രാധാകൃഷ്ണൻ അങ്ങനെ ഒരു അക്കാദമിക് തലത്തിൽ അറിയപ്പെടുന്ന ആളാണ്, വൈസ് ചാൻസലറാണ്, പിന്നീട് PSCയുടെ ചെയർമാനായി. ഈ വക അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിൽ CVയിൽ ഇതൊക്കെ ചേർക്കാം എങ്കിൽ പോലും അദ്ദേഹത്തിന് ആലപ്പുഴ ഒരു മണ്ഡലത്തിൽ എങ്ങനെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികനായിട്ട് നിന്ന ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം VC-യും പിന്നീട് PSC ചെയർമാനും ഒക്കെ ആയത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കിട്ടിയൊരവസരത്തിൽ ഓരോ നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് അദ്ദേഹം പെട്ടെന്ന് BJP ആകുന്നു. BJPക്ക് സീറ്റ് ഇട്ടു. ടോം വടക്കൻ എല്ലാവരും ആഘോഷത്തോടെ കൊണ്ടുവന്നതാണ്. AICC സെക്രട്ടറിയാണ്, അദ്ദേഹം BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഘോഷത്തോടെ കൊണ്ടുവന്ന ടോം വടക്കന് പോലും സീറ്റ് കൊടുക്കാതെ
സീറ്റ് കൊടുത്തിരിക്കുന്ന ഒരാളാണ്. ഇവിടെ നമ്മൾ കണക്കുകൾ പറഞ്ഞു. 6 നിയമസഭാ മണ്ഡലങ്ങൾ LDF-നൊപ്പമാണ്, 1 മാത്രമാണ് UDF-നൊപ്പം ഉള്ളത്. കഴിഞ്ഞ തവണ 19,000 അല്ല 20,000 തൊട്ട് താഴെയാണ് KC വേണുഗോപാലിന് ഭൂരിപക്ഷമുള്ളത്. അവിടെ KC വേണുഗോപാൽ എന്ന വ്യക്തിയുടെ ഒരു കരിഷ്മ, വേണുഗോപാൽ വെറുതെ വന്നല്ല, അവിടെ ആലപ്പുഴ മണ്ഡലത്തിലെ MLA ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് വരുന്നത്. അദ്ദേഹം അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. KC വേണുഗോപാൽ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് അവിടെ ഒരു കാര്യമുണ്ട്. അതാണ് വലിയൊരു മത്സരം നടന്നിട്ടും 20,000 മാത്രം വ്യത്യാസത്തിലാണ് കടന്നിരിക്കുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ കണക്കുകൾ കൊണ്ട് LDF-ന് വലിയ മേൽക്കൈ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും വേണുഗോപാലിൻ്റെ അസാന്നിധ്യത്തിൽ, ഞാൻ ഷാനിമോളെ ആ സ്ഥാനാർത്ഥിത്വത്തെ ചെറുതാക്കി കാട്ടുകയല്ല, പക്ഷേ വേണുഗോപാലിൻ്റെ അസാന്നിധ്യത്തിൽ വേണമെങ്കിൽ വലിയ തോതിൽ മുൻപിലേക്ക് വരാൻ അവിടെ LDF സ്ഥാനാർത്ഥിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവിനെ നിർത്തുമ്പോഴുള്ളൊരു സാഹചര്യമാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ മാറുന്നു. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ പോലും പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഫാക്ടർ, നമ്മളിപ്പോൾ മലപ്പുറത്തോ അവിടെയും അതൊന്നും ഒരു ഫാക്ടർ അല്ലെങ്കിൽ പോലും ഇവിടെ നെക്ക് ടു നെക്ക് നിൽക്കുമ്പോൾ, 2 സ്ഥാനാർത്ഥികളും UDF LDF നെക്ക് ടു നെക്ക് നിൽക്കുമ്പോൾ, തോളായിട്ട് നിൽക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ രാഹുൽ ഗാന്ധി വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കുമോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കട്ടെ. ഏതാണ്ട് കടുത്ത മത്സരം നടക്കുന്ന ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സ്വഭാവം വരുന്നില്ലെങ്കിലും LDF-ഉം UDF-ഉം തമ്മിൽ നേർക്കുനേർ വലിയൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് ആലപ്പുഴ. കടുത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ശ്രീ KJ ജേക്കബ്, ഞാൻ രാജീവിലേക്കും ഷീലാലിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ്, ശ്രീ NP ചേക്കുട്ടിലേക്കും പോകുന്നതിന് മുമ്പ്, ശ്രീ ജേക്കബ്, ഇവിടെ BJP-യുടെ വോട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതുകൊണ്ട് അത് ഒരു ഘടകമായിരിക്കും എന്ന്, അല്ലെങ്കിൽ BJP എത്ര വോട്ട് സമാഹരിക്കുമെന്ന് അറിയേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ വേണം കാണാൻ? അവിടെ അദ്ദേഹം കോൺഗ്രസിൻ്റെ സഹയാത്രികനായിരുന്നു എല്ലാ കാലത്തും. അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ബയോഡാറ്റയിൽ എഴുതാനുള്ള വിശേഷണങ്ങൾ കിട്ടിയത്, അത് കൊടുത്തത് കോൺഗ്രസ് ആണ്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ശബരിമല പോലെ ഒരു വിഷയത്തിൻ്റെ നേതൃമുഖമായിട്ട് വരികയും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്യുന്നു. അത് പ്രത്യേകമായിട്ട് അവിടുത്തെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നതല്ലെങ്കിൽ തന്നെയും ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ഏത് നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ കാണുക? ഹലോ, കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം. ഹലോ, കേൾക്കാം. ശ്രീ രാധാകൃഷ്ണൻ BJP-യിലേക്ക് പോകുമെന്ന് നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ്, ഇതിനു മുമ്പും വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം BJP ചേരുന്നതും അദ്ദേഹത്തിന് BJP സ്ഥാനം കൊടുക്കുന്നതും. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അദ്ദേഹം വലിയൊരു പ്രസൻസ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. AV താപരാക്ഷൻ എന്ന് പറയുന്നത് പല പ്രാവശ്യം MLA ആയി നിന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ എല്ലാ ഘടകങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രൊഫസർ രാധാകൃഷ്ണൻ. ഹീസ് എൻ അക്കാഡമിക് എന്ന് മാത്രമല്ല, ആലപ്പുഴയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചും ഞാനത് നോക്കി. അത് BJP-ക്ക് തകഴിയിൽ അവർക്ക് 2 സീറ്റുകൾ അവർ അപ്സെറ്റ് വിജയം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ അഡ്വാൻറ്റേജ് BJP-ക്കുണ്ട്. പക്ഷേ അത് ഇലക്ട്രൽ ഗെയിനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ KS രാധാകൃഷ്ണൻ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം, നേരത്തെ മലപ്പുറം ജില്ലയെക്കുറിച്ച്, മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞു പോയപ്പോൾ സനീഷിൻ്റെ അനുഭവത്തോടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ സാധാരണഗതിയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പുതിയ വോട്ടർമാരുടെ എണ്ണം ഒരു 20,000-നും 50,000-നും ഇടയ്ക്കാണ് സാധാരണഗതിയിൽ. ദാറ്റ്സ് ആൻ ഓൺ ആൻ ആവറേജ്. പക്ഷേ മലപ്പുറം മണ്ഡലത്തിൽ 1,42,000 പുതിയ വോട്ടർമാരുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 വെച്ച് നോക്കുമ്പോൾ 1,42,000 പേര് പുതിയ വോട്ടർമാരുണ്ട്, ഏകദേശം 10%. അതൊരു ഫാക്ടറാണ്, നമ്മളത് പൊതുവെ കണക്കാക്കേണ്ടതില്ല. പക്ഷെ അതൊരു കൗതുകകരമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാര്യം കൂടി സനീഷിൻ്റെ അനുഭവത്തോടുകൂടി പറയുന്നു. അത് നന്നായി. അതിപ്പോൾ ആ കാര്യം മുന്നോട്ട് വെച്ചാൽ നന്നായി. മലപ്പുറത്ത് അങ്ങനെയൊരു പോയിന്റിലേക്കൊന്നും പോകേണ്ടതില്ല എന്നൊരു മുൻവിധിയോടുകൂടിയായിരുന്നു പോയത്. പക്ഷേ ആ ഒരു കാര്യം താങ്കൾ മുന്നോട്ട് വെച്ചത് ഏതായാലും നന്നായി. അവിടെ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ചെറുപ്പക്കാരൻ എന്ന ഒരു ആനുകൂല്യത്തിൽ പുതിയ വോട്ടുകൾ എങ്ങോട്ട് മാറും, PP സാനുവിന് അനുകൂലമായിട്ട് വരുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. രാജീവ്, ഇവിടെ ആലപ്പുഴയുടെ ചരിത്രത്തിൽ രസകരമായ കാര്യങ്ങൾ, ഈ പെട്ടെന്നുള്ളൊരു നോട്ടത്തിൽ VM സുധീരൻ മത്സരിച്ച 2004 അപരൻ 8,282 വോട്ട് പിടിക്കുകയും 1,009 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തോറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്. KS മനോജ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ അതുപോലെയൊക്കെയുള്ള വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാകില്ലേ ഇത്തവണ ശക്തമായ മത്സരം നടക്കും. അതിനു മുമ്പ് ശ്രീ KJ ജേക്കബും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും പറഞ്ഞ ഒരു കാര്യം, ഈ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം
അത് ഈ എ വി താമരാക്ഷൻ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ധീവര സമുദായ അംഗമാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അതേ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള അംഗമാണ്. പക്ഷേ രണ്ടുപേരും രണ്ട് നിലയിലാണ്. ഒരാൾ ഒരു 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 തികഞ്ഞ രാഷ്ട്രീയക്കാരൻ, മറ്റേ ഒരാൾ ഒരു അക്കാദമിക രംഗത്ത് നിന്ന് വരുന്ന ആൾ. പക്ഷേ ഈ അക്കാദമിക രംഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതിന് അപ്പുറം രാഷ്ട്രീയമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ എത്രത്തോളം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് ഉണ്ട്, രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ രംഗത്ത് ഉള്ളതിനപ്പുറം വ്യക്തിപരമായി അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനം ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടെ കഴിഞ്ഞ തവണ എ വി താമരാക്ഷൻ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ട് പോലും BJPക്ക് വലിയൊരു വോട്ട് നേടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യവും അങ്ങനെ വലിയൊരു പ്രതീക്ഷ, ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു വ്യക്തിത്വ മികവുള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെയുള്ള ഒരു മുഖമായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു. അങ്ങനെയൊക്കെ പല നിലകളിലൊക്കെ എത്തിയ എന്നുള്ളതിനപ്പുറം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്തെങ്കിലും വലിയ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നോ, അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഒറ്റ കാര്യം ശ്രീ രാജീവ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതിനകത്ത്. അതായത് ഈ നമ്മൾ ശശി തരൂർ മത്സരിക്കുന്ന കാലത്ത് ഏതാണ്ട് ഇതുപോലുള്ള നിരീക്ഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ അദ്ദേഹത്തെക്കുറിച്ച്. അതായത് ഈ പറയുന്ന ആൾക്ക് എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക്, രണ്ടാളുകളാണ്, വിജയമുണ്ടാക്കാനൊന്നും സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും അങ്ങനെ മാറിക്കൂടായികയില്ല എന്ന കാര്യം കൂടെ കാണണ്ടേ നമ്മൾ. ശശി തരൂരിന്റെ കാര്യം വളരെ വ്യത്യസ്തമായത്. 2009 അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഉള്ള ഒരു പരിവേഷം, പിന്നെ യുവജനങ്ങളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു താല്പര്യം, അദ്ദേഹത്തിന് അന്ന് ശരിക്കും പറഞ്ഞാൽ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പല വാക്കുകൾ പോലും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ശശി തരൂരായിരുന്നു. പിന്നെ അന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയായ P. രാമേന്ദ്രൻ നായർ മത്സരിക്കുമ്പോൾ ശശി തരൂരിന് പറ്റിയൊരു എതിരാളിയെ ആയിരുന്നില്ല. പിന്നെ BJP വോട്ട്, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ അന്ന് ശശി തരൂരിന് അനുകൂലമായി വന്നു. മാത്രമല്ല ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തിലും ഒക്കെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ഇത് കെ എസ് രാധാകൃഷ്ണനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. മാത്രമല്ല കോൺഗ്രസിൽ നിന്നത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം പറഞ്ഞ പോലെ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് ചെറിയ ചില ലേഖനങ്ങളിലൂടെയും ഒക്കെയും അല്ലെങ്കിൽ പ്രസ്താവനകളിലൂടെയൊക്കെ സംഘപരിവാർ അനുകൂലമായ നിലപാട് എടുക്കുന്നതായി തോന്നിപ്പിക്കുകയും പെട്ടെന്ന് BJPയിലേക്ക് മാറുകയുമാണ് ചെയ്തത്. അതിനപ്പുറം ഒരു CPMന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ അതിനെ എത്രത്തോളം ശക്തമായി പ്രതിരോധിക്കാൻ ഷാനിമോൾ ഉസ്മാന് കഴിയും എന്നുള്ളത്, പ്രത്യേകിച്ചും അവർ അവിടെ നിന്നുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും നാൾ പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടു എങ്കിൽ പോലും സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാനുള്ള വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൽ ഉള്ള ചില ഉൾപ്പിരിവുകളും പ്രശ്നങ്ങളും ഒക്കെ അത് ദോഷമായി ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഏതായാലും ശക്തമായ പോരാട്ടം ആലപ്പുഴയിൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശീലാൽ, അവിടെ 19,407 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തവണ KC വേണുഗോപാൽ ഉണ്ടായിരുന്നത്. KC വേണുഗോപാൽ ഇത്തവണ ഭയന്ന് മാറിയതാണ് എന്നൊരു പ്രചാരണം അകത്തുകൂടെയാണെങ്കിലും ഇടതുപക്ഷം നടത്തുന്നുമുണ്ട്. ആ നിലക്ക് അവർക്ക് ഭയപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് കണക്കാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടോ? തീർച്ചയായും സനീഷ്, ഈ ആലപ്പുഴ മണ്ഡലത്തെ ഞാൻ ഓപ്പൺ മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇരുപക്ഷത്തിനും വിജയിക്കാൻ നല്ല സാധ്യതയുള്ള മണ്ഡലം. അവിടെ വളരെ നിർണായകമാകാൻ പോകുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് SDPIക്ക് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ 10,000-ലധികം വോട്ട് ലഭിച്ചു. 11,000-നടുത്ത് വോട്ടുകൾ SDPIക്ക് ലഭിച്ചു. അതിനോടൊപ്പം തന്നെ നോട്ടയ്ക്ക് അത് 12,000-നടുത്ത് വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചു. ഈ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഏതാണ്ട് ഈ KC വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം മറികടന്നു പോകുന്നു എന്നുള്ളതാണ്. അത് ഇത്തവണ 12,000 വോട്ട്, അതെ, നോട്ടയ്ക്ക് 11,338 വോട്ടുകളിൽ വലിയ വോട്ടാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഈ വോട്ടും SDPIയുടെ വോട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം മറികടന്നു പോയി. ഈ നോട്ടയ്ക്കുള്ള വോട്ട് ഒരു കാരണവശാലും അത് അന്ന് അവിടുത്തെ MPക്കെതിരെയുള്ള വോട്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ MPക്കെതിരെ മത്സരിച്ച ആളുടെ വോട്ടായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അത് അങ്ങനെ വരുമ്പോൾ ഈ നോട്ടയും SDPI പിന്നെയുമുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഏതാണ്ട് ഒരു 10,000 വോട്ടിനടുത്ത് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വമുള്ള നേതാവ് എത്തിയപ്പോൾ ഈ സാഹചര്യങ്ങൾ ഒരല്പം കുറഞ്ഞുവെങ്കിൽ ഇത്തവണ അത് ഒരു പക്ഷേ അത് കുറച്ചുകൂടി ശക്തമായി രംഗത്ത് വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ഡലത്തെ ഓപ്പൺ മണ്ഡലമാക്കി നിലനിർത്തുന്നത്. അവിടെ നമുക്ക് ഈ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ചും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ സവിശേഷതകൾ കൂടെ ഒന്ന് കണ്ടു പോകേണ്ടതാണ് നമ്മൾ. ഒപ്പം അല്ലെങ്കിൽ നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലേക്ക്, അടുത്ത മണ്ഡലത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പ്
ഒരുപക്ഷേ ഇതാണത് എ എം ആരിഫിൻ്റെ കാര്യത്തിൽ വലിയ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കിയാൽ അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിലെ ട്രാക്ക് റെക്കോർഡ് എ എം ആരിഫിന് ഗുണപരമായ കാര്യമാകുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല വ്യക്തിബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്. ചെറിയ യുവജന സംഘടനാ പ്രവർത്തനകാരിക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. സംഘാടന മികവ് ഇതിനകം തന്നെ തെളിയിച്ച ആളുമാണ്. അവിടെ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് പറയുന്ന ചില ഗ്രൂപ്പ് തർക്കങ്ങൾക്കകത്ത് പോലും അതിജീവിച്ചു പോകുന്ന നേതാവാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കാണണം. ഷാനിമോൾ ഉസ്മാൻ അതുപോലെ തന്നെയും ശക്തമായിട്ടുള്ള സ്വാധീനവും അനുകൂല ഘടകങ്ങളുമുള്ളതാണ്. കോൺഗ്രസിൻ്റെ വനിതാ മുഖമാണ്. കോൺഗ്രസിൻ്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം. പ്രാദേശികമായ സ്വീകാര്യത അവർക്ക് നല്ല നിലക്കുണ്ട്. മണ്ഡലത്തിൽ UDF സ്വാധീനമുണ്ട് എന്നത് നമ്മുടെ മുന്നിലെ വസ്തുതയുമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് അവർക്ക് അനുകൂലമായിട്ട് ഷാനിമോൾ ഉസ്മാനും കോൺഗ്രസും UDFും പ്രതീക്ഷിക്കുന്നത്. BJPയുടേത് KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സാമുദായിക വോട്ടുകളുടെ പിൻബലം കിട്ടും, പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയകാലത്ത് എന്ന് അദ്ദേഹവും മറ്റും വിചാരിക്കുന്നു. അതുകൊണ്ട് പരമാവധി വോട്ട് സമാഹരിച്ചേക്കാം. സാംസ്കാരിക മുഖം എന്നതൊക്കെ എത്രത്തോളം പരിഗണിക്കപ്പെടുമെന്ന കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതുമാണ്. ഇതാണ് അവിടുത്തെ ഈ ആലപ്പുഴ മണ്ഡലത്തിന്റെ കാര്യത്തിൽ CPM വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ആലപ്പുഴ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ 1980 സുശീല ഗോപാലൻ അവിടെ മത്സരിച്ച് ജയിച്ചത് ഒഴിച്ചാൽ അവിടെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു നേതാവ് അവിടെ വന്ന് വിജയിക്കുക എന്നുള്ളത് അങ്ങനെ അധികം നടന്നിട്ടില്ല. അവിടെ കോൺഗ്രസ് ആണ് കൂടുതലും വിജയിച്ചിട്ടുള്ളത്. അത് 1980 ആന്റണി കോൺഗ്രസിന്റെ സഹായം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതല്ലാതെ പിന്നീട് 2 പ്രാവശ്യം അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാണ്. അത് TJ ആഞ്ചലോസും പിന്നീട് ഡോക്ടർ KS മനോജും. ഇപ്പോൾ അതേ ഒരു പരീക്ഷണം മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആരിഫിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജനപ്രിയത കൂടി ഉപയോഗിച്ച് അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ അവിടുത്തെ പോരാട്ടത്തെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വിട്ടുപോകാം. അടുത്ത മണ്ഡലത്തിലേക്ക് പോകേണ്ടത്. ആലപ്പുഴയെ സംബന്ധിച്ച് ഒരു കാര്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഭൂരിപക്ഷ കണക്കുകൾ കൂടെ പറഞ്ഞതിന് ശേഷം അങ്ങ് പോകാം. അരൂരിൽ LDFന് 38,519 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ചേർത്തലയിൽ LDFന് 7,196 വോട്ടുകളുടെ ഭൂരിപക്ഷം. അമ്പലപ്പുഴയിൽ LDFനാണ് ഭൂരിപക്ഷം, 22,621. ഹരിപ്പാട് UDF ആയിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ്, 18,621 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെയുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ LDFന് 31,032 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 2016 ഉണ്ടായിരുന്നത്. കായംകുളത്ത് LDFന് 11,857, കരുനാഗപ്പള്ളിയിൽ 1,759 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് നല്ല നിലക്ക് ഭൂരിപക്ഷം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 94,363 എന്നത് ചെറിയ സംഖ്യ അല്ല. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സിറ്റിംഗ് MP KC വേണുഗോപാൽ ആണെങ്കിലും UDF ആണെങ്കിലും നല്ല പോരാട്ടം നടക്കുമെന്നതിന് വ്യക്തമായ തെളിവുള്ള ഇടമായിട്ട് അത് മാറിയിട്ടുണ്ട്. ആരാണ് മുന്നിലെന്ന് പ്രവചിക്കുക സാധ്യമല്ല.